ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഗുഡ് മോർണിംഗ് ഒക്കെ കേൾക്കാൻ പറ്റിയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ എഴുന്നേറ്റിട്ട് അമ്പലത്തിലൊക്കെ പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ എന്നും എഴുന്നേറ്റ് ചെയ്യുന്ന പരിപാടികൾ വീണ്ടും ചെയ്യുന്നു. ഇതാണ് എൻ്റെ വിച്ചുകെട്ടൻ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വിഷ്ണു ചേട്ടൻ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ടെഡി ബിയറിനെയൊക്കെ. അപ്പോൾ അങ്ങനെ ആളറിഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് തന്നെയാട്ടോ ഇത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് 2 അമ്പലം ആട്ടോ ഉള്ളത്. 3-4 അമ്പലമുണ്ട്. അതിൽ അത്യാവശ്യം അടുത്ത് ഉള്ളത് 2 അമ്പലമാണ്. അപ്പോൾ ആ 2 അമ്പലത്തിലായിട്ടാട്ടോ പോകുന്നത്. ആദ്യമേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളത് റെഡിയാക്കി വെച്ച് പിന്നെ ഇനി പോകാൻ മാത്രം ഒരുങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടാണ് പോകുന്നത്. അമ്മയും റെഡിയായിട്ട് ഇറങ്ങി. ഞങ്ങൾ പിന്നെ വണ്ടിക്കാട്ടോ പോകുന്നത്. 2 അടുത്തായിട്ട് പോകുന്നതുകൊണ്ട് നടന്ന് പോകാനെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരുടെ വണ്ടിക്കാണ് പോയത്. ഈ അമ്പലം ആണ് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലം കേട്ടോ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഈ അമ്പലത്തിൽ എപ്പം വന്നാലും നമുക്ക് മനസ്സിൽ കുറേ ഓർമ്മകളൊക്കെ വരുവേ ഈ അമ്പലത്തിലോട്ട് വരുമ്പോൾ. ഞങ്ങളുടെ കല്യാണം നടന്നത് ഈ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ഗേസ്. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ അകത്ത് അമ്പലക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് വെളിയിലായിട്ടും ഉണ്ട്. അപ്പം ഞാൻ അകത്ത് ഒന്ന് തൊഴുതിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ വരുമ്പോൾ എല്ലാവരും നമുക്കൊരു പോസിറ്റീവ് കിട്ടും കേട്ടോ. അപ്പോൾ വെളിയിൽ കേട്ടോ. പിന്നെ വെളിയിലും ഉണ്ട് അമ്പലക്കുളം. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കാണിക്കാം. ഇപ്പം വെളിയിലത്തെ അമ്പലക്കുളം ഒരുപാട് എന്താ പറയുക ചപ്പും ചവറുകളൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ. അതിലൊരു ആമ്പൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചാലപ്പറമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചാലപ്പറമ്പ് അമ്മ എന്നാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാനും അമ്മയും അവിടെ ചെന്നു. അവിടെ ആളില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അമ്പലത്തിൽ. കാരണം എല്ലാവരും രാവിലെ വന്ന് തൊഴുതിട്ട് പോകും കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ചന്ദനം ഇങ്ങനെ തൊടുന്നത്. എനിക്ക് ഒരുപാട് എൻ്റെ നെറ്റി ചന്ദനം വേണം. നിങ്ങൾ അങ്ങനെയാണോ? അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇതൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു, ഗണപതി ഹോമമൊക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.